വേദപുസ്തകത്തിൻ്റെ സ്വാധീനം കേരള സമൂഹത്തിൽ. ഇരുളടഞ്ഞ ഈ നാടിന് വെളിച്ചം പകരാൻ പോകുന്നതാണ് വേദപുസ്തക പരിഭാഷ. മാർ ദിവന്യാസ്യോസ് ഒന്നാമൻ. മനുഷ്യ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ ഭാഷയ്ക്ക് നിർണായകമായ സ്ഥാനമുണ്ട്. ഭാഷയുടെ തനിമ, വിനിമയം, സർഗാത്മകത മനുഷ്യ മനസ്സുകളെ നിരന്തരം ജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത്തരത്തിൽ ഇന്ത്യയെയും വിശിഷ്യ കേരള സംസ്കാരത്തെയും പുരോഗമന പാതയിൽ നയിച്ച സ്വാധീന ശക്തിയാണ് വേദപുസ്തകം. വേദപുസ്തകത്തിൻ്റെ ദൂതുവാഹകർ ഇന്ത്യൻ സംസ്കാരത്തെ സ്വാധീനിച്ചതിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. അതിനെക്കുറിച്ച് സഹായി കേസരി ഇങ്ങനെ പറയുന്നു: ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഒട്ടുമിക്ക പഠിതാക്കൾക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ് ഈ രാജ്യത്തിൻ്റെ സാംസ്കാരിക മാറ്റത്തിന് കാരണക്കാരായ ഏറ്റവും പഴയ ഒരു മുഖാന്തരമാണ് ക്രൈസ്തവ മാർഗം എന്നത്. യേശുക്രിസ്തുവിൻ്റെ കാലം തൊട്ട് തന്നെ, അതായത് AD 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറും തീരങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിരുന്നു. യേശുവിൻ്റെ അപ്പോസ്തലന്മാരിൽ ഒരാളായ തോമസ് ഈ ദേശത്തെത്തി പ്രസംഗിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അന്നു തൊട്ട് ഇവിടെ ക്രൈസ്തവ മാർഗം സുദീർഘമായ ഒരു ചരിത്രഘട്ടത്തിലൂടെ കടന്നുപോവുകയും അനവധി ക്രൈസ്തവ വിഭാഗങ്ങളുടെ ആഗമനത്തിന് സാക്ഷ്യം വഹിക്കുകയും ഇന്ത്യൻ ജനതയുടെ ജീവിതത്തെയും സംസ്കാരത്തെയും സ്വാധീനിക്കുകയും ചെയ്യുകയുണ്ടായി. ആരംഭത്തിൽ ദക്ഷിണേന്ത്യയിലെ ഒരു ചെറിയ ഭൂപ്രദേശത്തിലെ ഉയർന്ന ജാതിക്കിടയിൽ മാത്രം ഉണ്ടായിരുന്ന ആ സ്വാധീനം പിന്നീട് താഴ്ന്ന ഇടയിലും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഗോത്ര വിഭാഗങ്ങളുടെ ഇടയിലും അവസാനം രാജ്യത്താകമാനവും വ്യാപിക്കുകയുണ്ടായി. ഇത് കേസരി സഹായി ക്രിസ്ത്യാനിറ്റി ആൻഡ് കൾച്ചറൽ ചേഞ്ച് ഇൻ ഇന്ത്യ ഇന്ത്യ പബ്ലിക്കേഷൻസ്, ന്യൂഡൽഹിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വേദപുസ്തകത്തിലൂടെ ലഭിക്കുന്ന വിശാലമായ ലോക ദർശനം വിപുലമായ സാമൂഹിക മാറ്റങ്ങൾ വരുത്തുവാൻ കെൽപ്പുള്ളതാണ്. കേരളത്തിൽ വേദപുസ്തകത്തിൻ്റെ സ്വാധീനം വെളിവാക്കപ്പെട്ടത് സാമൂഹികവും മതപരവും വിദ്യാഭ്യാസപരവുമായ മാറ്റങ്ങൾ സംഭവിച്ചതിലൂടെയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, സാമ്പത്തിക പുരോഗതിക്കുള്ള വിവിധ പദ്ധതികൾ, ഐക്യതാബോധം, പരസ്പര യോജിപ്പ്, സ്വാഭിമാനം, ഉയർന്ന അവബോധം, ലിംഗനീതി, കെട്ടുറപ്പുള്ള ദാമ്പത്യബന്ധം, മദ്യപാനത്തിനും കുത്തഴിഞ്ഞ ജീവിതത്തിനും അസഭ്യ ഭാഷണത്തിനുമുള്ള നിയന്ത്രണം, ആരോഗ്യ സംരക്ഷണത്തിലും ശുചിത്വത്തിലുമുള്ള വർദ്ധിച്ച ശ്രദ്ധ തുടങ്ങിയവയൊക്കെ വേദപുസ്തക മൂല്യങ്ങളെ മുൻനിർത്തി കേരള സമൂഹത്തെ സ്വാധീനിച്ച ഘടകങ്ങളിൽ ചിലതാണ്. കേരള സംസ്കാരത്തെ നിർണായകമായി സ്വാധീനിക്കുന്നതിൽ വേദപുസ്തകം വഹിച്ച പങ്ക് വിശേഷിച്ചും ഭാഷയിലും സാമൂഹിക മുന്നേറ്റത്തിലും എപ്രകാരമാണെന്ന് തുടർന്ന് പരിശോധിക്കാം. മലയാള ഭാഷയുടെ അഭിവൃദ്ധിയിൽ വേദപുസ്തകം ചെലുത്തിയ സ്വാധീനം. മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും മേൽ വേദപുസ്തക പരിഭാഷ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് വിവിധ മേഖലകളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് KM ജോർജിൻ്റെ അഭിപ്രായം ഇതാണ്: മഹത്തായ ആശയങ്ങൾ സംസാര ഭാഷയിൽ നിന്ന് വിദൂരമല്ലാത്ത ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കാം എന്നത് ബൈബിളിൻ്റെ മലയാളം പരിഭാഷ കാണിച്ചു തന്നിരിക്കുന്നു. മലയാളം ബൈബിളിൻ്റെ ശൈലിയെ വിമർശിച്ചിട്ടുള്ള നിരൂപകന്മാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ചിലർ പറയുന്നത് അതിലെ ചില പ്രയോഗങ്ങൾക്ക് പാശ്ചാത്യ ശൈലി ഉണ്ടെന്നാണ്. അവർ അതിനെ ആക്ഷേപകരമായ അർത്ഥത്തിൽ പാതിരി മലയാളം എന്നാണ് വിളിക്കുന്നത്. അതിൽ അല്പം വാസ്തവവും ഉണ്ട്. തർജിമക്കാർ ഭാഷാ പ്രയോഗത്തിൻ്റെ മനോഹാരിതയേക്കാൾ കൂടുതലായി മൂലഭാഷയോടുള്ള സൂക്ഷ്മതയ്ക്കായിരിക്കാം പ്രാധാന്യം കൊടുത്തത്. ഈ ദൗത്യം മിക്കവാറും ചെറിയ കൂട്ടങ്ങൾ ചെയ്തതുകൊണ്ട് സ്വന്തമായ ഒരു ശൈലി ഇതിൽ ഉടനീളം ഉപയോഗിക്കുവാൻ സാധിച്ചിട്ടില്ല. പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു സംസ്കാരത്തെയും വളരെ വിദൂരമായിരിക്കുന്ന ഒരു പശ്ചാത്തലവും ഒരു ഭാഷയിൽ പ്രകടിപ്പിക്കുന്നത് തികച്ചും വിഷമകരമായ ഒരു ജോലിയാണ്. അതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ തർജ്ജിമക്കാർക്ക് ഭാഷാ ശൈലിയേക്കാൾ സൂക്ഷ്മതയാണ് പ്രധാനം. പൊതുവെ പറഞ്ഞാൽ മലയാളം തർജ്ജിമയുടെ കാര്യത്തിൽ ഇതാണ് സംഭവിച്ചത്. കാര്യം എന്തൊക്കെയായാലും ആധുനിക മലയാള ഭാഷയെ ബൈബിളിൻ്റെ ഭാഷ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ ശരിയാണ്. വേദപുസ്തകം കേവലം അറിവിനോ വിദ്യാഭ്യാസത്തിനു വേണ്ടി മാത്രമുള്ള പുസ്തകമാകാതെ അത് വ്യക്തികളുടെയും സംസ്കാരങ്ങളുടെയും രൂപാന്തരം വരുത്തുന്ന പുസ്തകമായി കേരളക്കരയിൽ ഇടപെട്ടു.
പാശ്ചാത്യ മിഷണറിമാരുടെ ആഗമനത്തോടെയാണ് സാഹിത്യരംഗത്ത് ബോധപൂർവം ക്രൈസ്തവർ ചുവടുവെച്ചത്. കേരളീയ കാവ്യ പാരമ്പര്യത്തോട് ബന്ധപ്പെട്ട ക്രൈസ്തവ വിഷയങ്ങൾ കാവ്യാത്മകമായി ആവിഷ്കരിക്കുവാനാണ് അവർ തയ്യാറായത്. 18-ാം നൂറ്റാണ്ടിൻ്റെ ഉദയകാലത്ത് കേരളത്തിലെത്തിയ ഹംഗേറിയൻ മിഷണറി അർണോസ് പാദ്രിയാണ് അവരിൽ പ്രഥമ ഗണനീയൻ. സംസ്കൃതവും മലയാളവും അഭ്യസിച്ച പാദ്രി ബൈബിൾ സംസ്കാരമുള്ള കാവ്യങ്ങൾക്ക് രൂപം നൽകി. ചതുരന്ത്യം, 4 പർവം, മശിഹാ ചരിത്രം, പുത്തൻ പാന, ഉമ്മാടെ ദുഃഖം എന്നിവയാണ് പാദ്രിയുടെ പ്രധാന കൃതികൾ. കുരിശിൽ വിടർന്ന കവിത എന്നാണ് പാദ്രിയുടെ കാവ്യത്തെ ഡോക്ടർ കുര്യാസ് കുമ്പളംകുഴി വിശേഷിപ്പിച്ചിട്ടുള്ളത്. കേരള ജനതയുടെ സാംസ്കാരിക ജീവിതം ചിട്ടപ്പെടുത്തുന്നതിൽ പാദ്രിയുടെ കാവ്യങ്ങൾ ചരിത്രപരമായ പങ്ക് നിർവഹിക്കുകയും ചെയ്തു. കേരളത്തിൻ്റെ സർഗാത്മക സാഹിത്യ രംഗത്ത് വേദപുസ്തകത്തിൻ്റെ സ്വാധീനം വളരെ വിശദമായി റവറൻഡ് ഡോക്ടർ മാത്യു ഡാനിയൽ തൻ്റെ കേരള ക്രൈസ്തവ സംസ്കാരം എന്ന പുസ്തകത്തിൽ വിശദമാക്കുന്നുണ്ട്. ബൈബിളിൻ്റെ കാവ്യാത്മക ശൈലി, ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൽ കാണുന്ന മനുഷ്യവേദനയുടെയും ത്യാഗത്തിൻ്റെയും ഔന്നിത്യം, ഇവയൊക്കെ മലയാള സാഹിത്യത്തെ പുതിയൊരു ഭാഷയിലേക്കും ചിന്തയിലേക്കും ആനയിച്ചുവെന്ന് മാത്യു ഡാനിയൽ ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ സമർത്ഥിക്കുന്നു. അങ്ങനെ കേരള ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചരിത്രത്തിലും മലയാള ഭാഷയുടെ വികാസ പരിണാമത്തിലും നിർണായക സ്വാധീനം മിഷണറിമാരുടെ വേദപുസ്തക ഭാഷാ ശൈലി ചെലുത്തിയിട്ടുണ്ട്. സാമൂഹ്യ മുന്നേറ്റത്തിൽ വേദപുസ്തകം ചെലുത്തിയ സ്വാധീനം. വേദപുസ്തകത്തിൻ്റെ ചലനാത്മകത കേരളത്തിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ തന്നെ ആരംഭിച്ചതായി നമുക്ക് മനസ്സിലാക്കാം. പരിഷ്കാരത്തിൻ്റെ ചലനങ്ങൾ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും വ്യാപിച്ച് സമൂഹത്തിൻ്റെ അടിത്തറ ഇളക്കിയപ്പോൾ അതിൻ്റെ ചട്ടക്കൂട് പൊളിച്ചു പണിയേണ്ടി വന്നു. അടിമവിമോചനവും സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാനുള്ള സ്വാതന്ത്ര്യവും അയിത്തജാതിക്കാരുടെ മുന്നേറ്റവും ജാതിഘടനയെ ദുർബലപ്പെടുത്തി. ആധുനിക വിദ്യാഭ്യാസത്തിലേക്ക് എല്ലാ ജാതിക്കാരും കടന്നു വന്നപ്പോൾ ക്ലാസ് മുറികളിലും ബോർഡിങ്ങുകളിലും രൂപം കൊണ്ട മിശ്ര സമൂഹവും പഴയ സമൂഹത്തെ പിന്തള്ളുകയും ഒരു പുതിയ സമൂഹ യാഥാർത്ഥ്യം, ന്യൂ സോഷ്യൽ റിയാലിറ്റി രൂപപ്പെടുകയും ചെയ്തു. അങ്ങനെ പഴയ നിശ്ചല സമൂഹം, സ്റ്റാറ്റിക് സൊസൈറ്റി, ഒരു ചലനാത്മക സമൂഹമായി, ഡൈനാമിക് സൊസൈറ്റിയായി രൂപപ്പെട്ടു. ഇത് തിരുവിതാംകൂർ ചരിത്രകാരന്മാർ അംഗീകരിച്ചിട്ടുള്ള വസ്തുതയാണ്. ഇത് കെ പങ്കജാക്ഷൻ നായരുടെ തിരുവിതാംകൂർ ചരിത്രത്തിൽ നാം വായിക്കുന്ന കാര്യമാണ്. വേദപുസ്തകവും മിഷണറിമാരും ഇന്ത്യൻ സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനത്തിൻ്റെ ഒരു പഠനമാണ് ഡോക്ടർ ബാബു കെ വർഗീസ് ആധുനിക ഭാരതം ബൈബിളിൻ്റെ സൃഷ്ടി എന്ന പുസ്തകത്തിൽ നാം കാണുന്നത്. അതിൽ അദ്ദേഹം ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: നിയമപരമായി കേരളത്തിൽ അടിമകളെ മോചിപ്പിക്കുന്നതിന് നിർബന്ധിതമാകുന്നതിന് വളരെ മുൻപ് തന്നെ വേദപുസ്തക പരിഭാഷകരും ക്രൈസ്തവ മിഷണറിമാരും നൂറുകണക്കിന് അടിമകളെ മോചിപ്പിക്കുകയുണ്ടായി. 1819 റാണി ഗൗരി പാർവതിഭായ് മൺട്രോ തുരുത്ത് കോട്ടയത്തെ CMS കോളേജിന് ദാനം ചെയ്തപ്പോൾ അവർ ആ സ്ഥലത്തുള്ള അടിമകളുടെയും അവിടെ കഴിഞ്ഞിരുന്ന കീഴ്ജാതിക്കാരായ ഈഴവരുടെയും മേലുള്ള അവകാശം മിഷണറി ജോസഫ് ഫെന്നിന് നൽകുകയുണ്ടായി. മിഷണറിമാർ ഈഴവർക്ക് വേണ്ടിയുള്ള ഒരു സ്കൂൾ മൺട്രോ ഐലൻഡിൽ സ്ഥാപിച്ചു. ഇതായിരുന്നു കേരളത്തിൽ കീഴ്ജാതിക്കാർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ സ്കൂൾ. എന്നാൽ ഈഴവരാകട്ടെ അടിമകൾ അവരോടൊപ്പം വിദ്യാഭ്യാസം ചെയ്യുന്നതിനെ എതിർത്തു. മിഷണറിമാർ ഇതിനോടകം അടിമകൾക്ക് സ്വാതന്ത്ര്യം നൽകിയിരുന്നു. 1835 മിഷണറി ജോസഫ് പീറ്റ് CMS കോളേജിൻ്റെ പ്രിൻസിപ്പൽ ആയപ്പോൾ മൺട്രോ ഐലൻഡിലുള്ള ഓരോ അടിമകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള ഒരു രേഖ എഴുതുകയുണ്ടായി. മിഷണറിമാരായ ബെഞ്ചമിൻ ബെയ്ലിയും ജോസഫ് പീറ്റും ഒപ്പുവെച്ച പ്രസ്തുത രേഖയാണ് കേരള സംസ്ഥാനത്ത് അടിമകളെ സ്വതന്ത്രരാക്കിക്കൊണ്ടുള്ള ആദ്യത്തെ പ്രമാണ രേഖ. കേരളീയ സാമൂഹ്യ ജീവിതത്തിൽ പുരോഗമനപരമായ ചലനം സൃഷ്ടിക്കുന്നതിന് മിഷണറിമാരുടെ വേദപുസ്തകാനുസരണമായ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള ജനങ്ങളെ ആകർഷിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു. ജാതിഭേദം നോക്കാതെ എല്ലാവരെയും വിദ്യാഭ്യാസം ചെയ്യിക്കുവാനുള്ള അവരുടെ സംരംഭവും അടിച്ചമർത്തപ്പെട്ടവരോടുള്ള സൗഹൃദപൂർവമായ പെരുമാറ്റവും നല്ലൊരു വിഭാഗം ജനങ്ങളെ ആകർഷിച്ചു. വളരെയധികം പേർ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു. മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ സാമൂഹ്യമധ്യത്തിൽ സ്വാതന്ത്ര്യബോധത്തിൻ്റെ ശുദ്ധവായു പ്രസരിപ്പിച്ചു. ഇങ്ങനെ സാമൂഹ്യ ജീവിതഘടനയിൽ വന്നു ചേർന്ന മാറ്റത്തോടൊപ്പം ക്രൈസ്തവ സമൂഹത്തിൻ്റെ പിന്നോക്കാവസ്ഥയിലുള്ള ജനങ്ങളോടുള്ള സമീപനത്തിലും മിഷണറിമാർ വ്യതിയാനം സൃഷ്ടിച്ചു. വേദപുസ്തകം മുൻപോട്ട് വയ്ക്കുന്ന ദർശനം ഈ ലോകത്തിന് നന്മയുടെ പാതയിൽ ദൈവത്തോടൊപ്പം ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കുവാനാകും എന്നതാണ്. അത് സകലവും പുതുതാക്കുകയും നവീകരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഇന്നും സാധ്യമാണ്.
വെല്ലുവിളികളുടെ നടുവിൽ പ്രത്യാശ കൈവിടാതെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ സമൂഹത്തെയും ലോകക്രമത്തെയും നന്മയുടെയും സ്നേഹത്തിൻ്റെയും സമഭാവനയുടെയും പാതയിൽ കൈപിടിച്ച് മുൻപോട്ട് കൊണ്ടുപോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.